ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ ചോദ്യങ്ങളും കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് പേജ് നമ്പർ 8 ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 3 ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ആ 3 ട്രയാങ്കിൾസും കുറച്ച് ഡോട്ട്സ് ഉണ്ട്. ആ ഡോട്ട്സുകൾ എണ്ണിയിട്ട് അടുത്ത 3 ട്രയാങ്കിളിൽ വരുന്ന ഡോട്ടുകൾ അഥവാ പൊട്ടുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ലൈനിൽ എത്ര ഉണ്ട്? 1. അടുത്ത ലൈനിൽ 1 2 ടോട്ടല് 3. അടുത്ത ലൈനിലോ 1 2 3 4 5 6. അടുത്ത ട്രയാങ്കിളിൽ 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത ട്രയാങ്കിളിൽ വരുന്ന ഡോട്ടുകളുടെ എണ്ണാണ്. ആദ്യത്തേൽ 3. ഈ 6 കിട്ടാൻ 3 കൂടെ 3 ആഡ് ചെയ്ത്. അടുത്തത് ആദ്യത്തേൽ 1 2 3 4. അടുത്ത 3 ആയിരിക്കും ഇപ്പോൾ വരിക. അടുത്ത ലൈനിൽ 5 ട്രയാങ്കിൾസ് ഡോട്ട് എക്സ്ട്രാ വരും. അടുത്തതിൽ 6 7 അങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് വഴി ഇത് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഗിവൺ ട്രയാങ്കിൾസ്, തന്നിരിക്കുന്ന ത്രികോണങ്ങളിലെ പൊട്ടുകളുടെ എണ്ണം എങ്ങനെ എഴുതാം? 3 6 10. ഇനി അടുത്തതായിട്ട് നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. 3 ട്രയാങ്കിൾസിൻ്റെ ഡോട്ടുകളുടെ എണ്ണാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 3 ട്രയാങ്കിൾസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടുത്ത 3 ത്രികോണങ്ങളിലെ പൊട്ടുകളുടെ എണ്ണം. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ ലൈനിൽ 3 1 + 2 1 + 2 3 ഡോട്ട്സ് കിട്ടി. ഇത് നോക്കി നോക്കാം. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ ലൈനിൽ 1, പിന്നെ 2 3. അടുത്തതിൽ 1 ആദ്യത്തെ ലൈനിൽ, പിന്നെ 2, പിന്നെ 3, പിന്നെ 4. അടുത്തതിൽ എത്ര എണ്ണം വരും? എത്ര എണ്ണം ആഡ് ചെയ്യുക? 5 എണ്ണം ആഡ് ചെയ്യുക. അടുത്തതിൽ 6 ആഡ് ചെയ്യുക. നെക്സ്റ്റ് 7 ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നോക്കി നോക്കാം. ആദ്യത്തിൽ നെക്സ്റ്റ് വരുമ്പോൾ 1 + 2 + 3 + 4 + 5. പിന്നെ 1 + 2 + 3 + 4 + 5 + 6. നെക്സ്റ്റ് 1 + 2 + 3 + 4 + 5 6 + 7. ഇത് എത്ര ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. നമ്പേഴ്സ് ഏതൊക്കെ വരിക വെച്ചാൽ 15 21 28. അതാണ് നെക്സ്റ്റ് 3 ട്രയാങ്കിളിൽ വരുന്ന ഡോട്ടുകളുടെ എണ്ണം. അടുത്തതായിട്ട് രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് കുറച്ച് ജാമിതീയ രൂപങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം അഥവാ ഈക്വലേറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ. ഇവയുടെ ശ്രേണിയിൽ നിന്ന് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് സൈഡ്സ് അഥവാ വശങ്ങളുടെ എണ്ണം. ഈക്വലേറ്റർ ട്രയാങ്കിൾ എത്ര സൈഡുകളുണ്ട്? 3. സ്ക്വയറിന് 4. റെഗുലർ പെൻറ്റഗൺ അതായത് സമ പഞ്ചഭുജം 5 വശം. അടുത്ത പോളിഗൺ ഉണ്ടെങ്കിൽ റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം 6 വശം. അതാണ് ഒന്നാമത്തത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ മുതലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ സം ഓഫ് ഇന്നർ ആംഗിൾസ്. അകക്കോണുകളുടെ തുക.
നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിളിന് കോണുകളുടെ തുക എപ്പോഴും എത്രയേ ഉണ്ടാവുള്ളൂ? 3 ആംഗിൾസ് ആണ് 180 ഡിഗ്രി. സ്ക്വയറിന് എത്ര? 360. അടുത്തത് പെൻറ്റഗണിന് 540. ഇതറിയില്ലെങ്കിൽ അടുത്തതായിട്ട് സം ഓഫ് ഇന്നർ ആംഗിൾസ്, അകക്കോണുകളുടെ തുക, അതിൻ്റെ സംഖ്യാശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഈക്വൽ ട്രയാങ്കിളിൻ്റെ അകക്കോണുകൾ തുക എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി. സ്ക്വയറിൻ്റെ 360 ഡിഗ്രി. റെഗുലർ പെൻറ്റഗണിൻ്റെ 540 ഡിഗ്രി. ഞാൻ റെഗുലർ ഹെക്സഗൺ കൂടി ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? 720 ഡിഗ്രി. അതിന് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? n-2 × 180 ഡിഗ്രി. എങ്ങനെ എന്ന് പറഞ്ഞാൽ സൈഡ്സ്. റെഗുലർ ഹെക്സഗൺ എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ്. അപ്പോൾ എന്നിൻ്റെ അവിടെ എത്ര കൊടുക്കുക? 6 കൊടുക്കുക. അപ്പോൾ 6 - 2 × 180 ഡിഗ്രി. 6ന്ന് 2 പോയാൽ 4 × 180, 720 ഡിഗ്രി കിട്ടും. ഇനി പറയട്ടോ, പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് പറയണേ. പറഞ്ഞോ. മൂന്നാമത്തെ ചോദ്യം, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, പുറം കോണുകളുടെ തുക. എട്ടാം ക്ലാസ്സിൽ 3ാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊരു പോളിഗണിൻ്റെയും പുറം കോണുകളുടെ തുക അഥവാ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ പുറം കോണുകളുടെ തുക 360, സ്ക്വയർ സമചതുരത്തിൻ്റെ 360 ഡിഗ്രി, റെഗുലർ പെൻറ്റഗണിൻ്റെ 360 ഡിഗ്രി. ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകും. അടുത്ത ചോദ്യം, ആൻ ഇന്നർ ആംഗിൾ. ഒരു അകക്കോണിൻ്റെ അളവ്. ഓരോ പോളിഗൺസിൻ്റെയും അകക്കോണുകൾ തുക നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. 180, 360, 540 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു അകക്കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കോണുകളെ തുകയെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 180 ഡിഗ്രി ബൈ ഈക്വൽ ട്രയാങ്കിളിന് 3 സൈഡ് 180/3 എത്ര വരും? 60 ഡിഗ്രി. അടുത്തത് 360 ഡിഗ്രി ബൈ 4 അപ്പോൾ എത്ര വരും? 90 ഡിഗ്രി. അടുത്തത് 540 ഡിഗ്രി ബൈ 5 അപ്പോൾ 108 ഡിഗ്രി. അടുത്തത് 720 ഡിഗ്രി ബൈ 6 അപ്പോൾ 120 ഡിഗ്രി വരും. അപ്പോൾ അളവുകളെ സംഖ്യാശ്രേണിയിൽ എഴുതുമ്പോൾ 60 ഡിഗ്രി, 90 ഡിഗ്രി, 108 ഡിഗ്രി, 120 ഡിഗ്രി. അടുത്ത ചോദ്യം, ആൻ ഔട്ടർ ആംഗിൾ. ഒരു പുറം കോണിൻ്റെ അളവ്. പുറം കോണുകൾ തുക ഏതൊരു പോളിഗണിൻ്റെയും എത്ര വീതമായിരിക്കും? 360 ഡിഗ്രി. അപ്പോൾ ഒരു പുറം കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പുറം കോണുകളെ തുകയെ സൈഡായിട്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 360 ഡിഗ്രി ആദ്യത്തത് ഈക്വൽ ട്രയാങ്കിളാണ്, 3 സൈഡ്. 360/3 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി വരും. അടുത്തത് സ്ക്വയർ ആവുമ്പോൾ 360 ഡിഗ്രി ബൈ 4 വരും. അപ്പോൾ ഉത്തരം 90 ഡിഗ്രി. അടുത്തത് 360 ഡിഗ്രി ബൈ 5 സൈഡ്, അപ്പോൾ 5 ആയിട്ട് ഹരിക്കുക. ഉത്തരം 72 ഡിഗ്രി. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവും. അപ്പോൾ അടുത്തത് 360/6 സമം
60 ഡിഗ്രി. ഇനി ഇവയെ സംഖ്യാശ്രേണിയിൽ എഴുതുമ്പോൾ 120 ഡിഗ്രി, 90 ഡിഗ്രി, 72 ഡിഗ്രി, 60 ഡിഗ്രി തുടർന്നു കൊണ്ട് പോകും. അടുത്ത ചോദ്യത്തിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണിയും അതുപോലെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ ശ്രേണിയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പകരം എന്ത് എഴുതുക? മൾട്ടിപ്പിൾസ് ഓഫ് 3, ഗുണിതങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3, 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 0, 3, 6, 9 തുടർന്നുകൊണ്ട് പോകും. ആയുധം കണ്ടുപിടിക്കാണ് പറഞ്ഞിരിക്കുന്നത്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണിയാണ്. സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. മലയാളത്തിൽ പറയുകയാണെങ്കിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ 3ൻ്റെ ഗുണിതങ്ങൾ കൂടെ 1 റിമൈൻഡർ വരുന്നത് എന്നല്ലേ പറഞ്ഞിരിക്കണത്. അപ്പോൾ ഈ ഓരോ നമ്പേഴ്സിൻ്റെ കൂടെയും 1 ആഡ് ചെയ്യുക. 0 + 1, 3 + 1, 6 + 1, 9 + 1 എക്സെട്ര. ഉത്തരങ്ങൾ എന്ത് വരും? 0 + 1, 1, 4, 7, 10 എക്സെട്ര. മലയാളത്തിലാണെങ്കിൽ 1, 4, 7, 10 എക്സെട്ര. രണ്ടാമത്തെ ചോദ്യം, സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ ശ്രേണി. രണ്ടാണ് ശിഷ്ടം വരുന്നത്. അപ്പോൾ 3ൻ്റെ ഗുണിതകൾ കൂടെ 2 ആഡ് ചെയ്ത് എഴുതുക. 0 + 2, 3 + 2, 6 + 2, 9 + 2 എക്സെട്ര. ഉത്തരങ്ങളായിട്ട് വരിക 2, 5, 8, 11 എക്സെട്ര. മലയാളത്തിൽ 2, 5, 8, 11. ഇനി ഈ ഭാഗത്ത് 2 ചോദ്യങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ബൈ.